നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്കകം നാട്ടുകാരുടെ സഹായത്തോടെ ഗോവിന്ദച്ചാമിയെ പിടികൂടി പോലീസ്. സംഭവത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് കോൺഗ്രസ്. കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയെ തൂക്കിലേറ്റണമെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. ജയിൽ ചാടി സംഭവത്തിൽ അന്വേഷണം വേണം. ജയിൽ ചാടിയതറിഞ്ഞ് സങ്കടം സഹിക്കാനാവാതെ അമ്മ. മുണ്ടൂർ തൂതപാതയിൽ കുളക്കാട് സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാങ്ങോട് സ്വദേശി പ്രസാദും മരിച്ചു. പ്രസാദിന്റെ ജ്യേഷ്ഠൻ വ്യാഴാഴ്ച മരണപ്പെട്ടിരുന്നു. സഹോദരങ്ങളുടെ മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. അട്ടപ്പാടിയിലെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നഷ്ടപരിഹാരം നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ അങ്കണവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിഷേധം. BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷം. പാലക്കാട് വാളയാറിൽ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേർ പിടിയിൽ. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആൾ. വാർത്തകളിലേക്ക് വിശദമായി. ഷൊർണൂർ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്കകം പോലീസും നാട്ടുകാരും ചേർന്ന് തളാപ്പിലെ ഒരു വീട്ടുവളപ്പിലെ കിണറിൽ നിന്നും ഗോവിന്ദച്ചാമിയെ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് സൗമ്യ കൊലക്കേസ് പ്രതിയായ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ ജയിൽ സെൽ പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതായി അറിയുന്നത്. സൗമ്യ കൊലക്കേസിൽ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും നാട്ടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ണൂർ നഗരത്തിലെ തളാപ്പിൽ സ്വകാര്യ സ്ഥലത്തെ കിണറിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ സാഹസികമായി പോലീസ് പിടികൂടിയത്. പുലർച്ചെ 1:15ഓടെയാണ് ഇയാൾ ജയിൽ ചാടിയത്. സെല്ലിന്റെ അഴികൾ അറുത്തുമാറ്റിയാണ് പുറത്തു കടന്നത്. തുണി കെട്ടി വടമുണ്ടാക്കി മതിലിന്റെ മുകളിലുള്ള ഫെൻസിംഗിൽ തുണി തിരുകി ഇതേ തുണി ഉപയോഗിച്ച് ഇയാൾ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അതേസമയം ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നിൽ വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ സഹായം കിട്ടിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 ജയിൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. ഗോവിന്ദച്ചാമിയെ തൂക്കിലേറ്റണമെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും സുമതി ഷൊർണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയാത്ത ഒരു അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തിന്നാണ്. ഇവൻ ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ, അവൻ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല. കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാരും ഇറങ്ങിയിട്ടുണ്ട്. പിടിക്കപ്പെടും, അതെന്തായാലും പിടിക്കപ്പെടും. ഇനി ഇവന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലപ്പുറം അവൻ ചെയ്തു കൂട്ടും. അത് പറ്റില്ല. ഇനി ഇവനായിട്ട് ഒരു സുരക്ഷിത വെച്ചേ പറ്റൂ. അത് ഇനി നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ ജയിലിൽ ചാടാൻ ഇവന് ഈ ഇത്രയും വലിയ മതില് കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല. അതെന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ചെറിയ മതിലല്ല, കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല. അത് ഇത്രയും വലിയൊരു മതിലാണ്. ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായും പിന്നെ അവിടുന്ന് ഒരാൾ സപ്പോർട്ടുണ്ട്. അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ, ആരായാലും പിന്നെ സപ്പോർട്ടുണ്ട്. അത് ശരിക്കും അന്വേഷണം വേണമല്ലോ. അത് അന്വേഷണം വന്നാലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് അന്വേഷിക്കണമല്ലോ നമ്മള്. അത് അന്വേഷിക്കാതെ എങ്ങനെയാ പിന്നെ എങ്ങനെ ജയിലിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ? മണിക്കൂറുകൾക്കകം തന്നെ പിടിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകളൊക്കെ പിടിക്കാൻ കഴിഞ്ഞെന്താ? ഇവൻ അത്രയും ദൂരം ഇവന് പോവാൻ സമയമില്ല. കാരണം അവൻ അത്രയും പോകരുത്. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളെ അവിടെയുള്ള നാട്ടുകാര്, ഞാൻ പറഞ്ഞില്ലേ, ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ? എന്തെന്നറിയോ?
അമ്മ ഇന്നും അവനെന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട്. അത് ഇത്രയും നേരം ഒപ്പം നിന്ന പൊതുസമൂഹത്തോട് പിടിക്കാൻ കൂടിയ ജനങ്ങളോട് എന്താ പറയാനുള്ളത്? എനിക്ക് അവരോട് വാക്കുകളേ ഇല്ല. എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല. എനിക്ക് അത്രയേറെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അവരുടെ കാര്യത്തിൽ അറിയില്ല. കാരണം എനിക്ക് ഒന്നും അവരോട് പറയാണ്ടായിരുന്നു. അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നില്ലേ എന്ന്. എന്തിനാ ഈ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത്. കാരണം എന്നെ ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന് തൂക്കുകയർ ഇവനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാം. തൂക്കുകയർ. കുളക്കാടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ സഹോദരങ്ങളുടെ മരണം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. സഹോദരങ്ങളായ മാങ്ങോട് കരിമ്പൻചോല വീട്ടിൽ 45 വയസ്സുള്ള രവികുമാർ, 43 വയസ്സുള്ള പ്രസാദ് എന്നിവരാണ് മരിച്ചത്. രവികുമാർ വ്യാഴാഴ്ചയും പ്രസാദ് വെള്ളിയാഴ്ച പുലർച്ചെയുമാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് മുണ്ടൂർ-തൂത പാതയിൽ കുളക്കാട് കള്ളുഷാപ്പിന് സമീപം ദാരുണമായ അപകടമുണ്ടായത്. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണത്തിനായി കരിമ്പുഴയിലേക്ക് സ്കൂട്ടറിൽ യാത്ര തിരിച്ചതായിരുന്നു സഹോദരങ്ങളായ രവികുമാറും പ്രസാദും. കുളക്കാട് വളവിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്നും 2 വശത്തേക്ക് ഇരുവരും തെറിച്ചു വീഴുകയായിരുന്നു. സ്കൂട്ടർ പൂർണ്ണമായും തകരുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആദ്യം മാങ്ങോട് മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ചികിത്സയിലിരിക്കെ രവികുമാർ വ്യാഴാഴ്ച രാവിലെ 10:30 മരണപ്പെട്ടു. ഗുരുതരാവസ്ഥയിലായിരുന്ന പ്രസാദ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. സഹോദരങ്ങളുടെ മരണം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മൃതദേഹങ്ങൾ മാങ്ങോട്ടെ വീട്ടിലെത്തിച്ചു. പി മമ്മിക്കുട്ടി MLAയും പഞ്ചായത്ത് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളിനേഴിയിലെ ജ്വല്ലറി ജീവനക്കാരനാണ് മരിച്ച രവികുമാർ. സിന്ധുവാണ് രവികുമാറിന്റെ ഭാര്യ. അഭിനന്ദ്, അഭിരാമി എന്നിവർ മക്കളാണ്. പ്രസാദ് ശ്രീകൃഷ്ണപുരത്തെ ഒരു ബാങ്കിൽ അപ്രൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ജിഷയാണ് പ്രസാദിന്റെ ഭാര്യ. അഭിത, അഭിനവ് എന്നിവർ മക്കളാണ്. ജയചന്ദ്രൻ, രാമചന്ദ്രൻ എന്നിവർ മരണപ്പെട്ട രവികുമാറിന്റെയും പ്രസാദിന്റെയും മറ്റ് സഹോദരങ്ങളാണ്. സംസ്കാര ചടങ്ങുകൾ ഷൊർണൂർ ശാന്തിതീരത്താണ് നടന്നത്. അട്ടപ്പാടിയിലെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അട്ടപ്പാടിയിലെ വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകന്റെ നേതൃത്വത്തിലുള്ള സംഘം മന്ത്രിയെ കണ്ടു. തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ആദിവാസി സഹോദരന്മാരുടെ ജീവൻ രക്ഷിക്കപ്പെടണം. എല്ലാ ആദിവാസികളും കൂടുതലും പശുക്കളും ആടുകളും വെച്ചിട്ടുള്ള ആൾക്കാരാണ്. 1 മാസത്തിനുള്ളിൽ 3 പേരാണ് കാട്ടാനാക്രമണത്തിൽ അട്ടപ്പാടിയിൽ മരിച്ചത്. വന്യജീവി ശല്യം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ വേണമെന്നും നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ മന്ത്രിക്ക് നിവേദനം നൽകി. അട്ടപ്പാടിയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വന്യമൃഗശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. അട്ടപ്പാടി മേഖലയിൽ സമഗ്ര പദ്ധതി നടപ്പാക്കണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾക്ക് അടിയന്തര പരിഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു RRT സംവിധാനം കൊണ്ട് ഇത് നടക്കില്ല. നമ്മൾ അവരെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല, നടക്കില്ല. പകരം ഒരു സംവിധാനം അട്ടപ്പാടിക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ RRT ടീമിനെ വെച്ചാലേ ഇത് നടക്കൂ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റാണ് പൈസ ഇല്ല പറയുന്നത്. അട്ടപ്പാടിക്ക് താലൂക്ക് തന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അട്ടപ്പാടിക്ക് ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ഓഫീസിൽ തന്നു, അട്ടപ്പാടിക്ക് മാത്രമേ. ഇത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അട്ടപ്പാടിയിൽ 3 പഞ്ചായത്തുണ്ട്. ആ 3 പഞ്ചായത്തും വനമേഖലയുമായി ക്ലബ് ചെയ്ത് കിടക്കുന്നതാണ്. 196 ഊരുണ്ട്. ഇത് മുഴുവൻ വനവുമായി ക്ലബ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ വീട്ടിലൊന്നും പിന്നെ ആടിനെ പിടിച്ചുകൊണ്ട് പോയി ഇവർ. പിന്നെ ഈ ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം കിട്ടേണ്ട ഭൂമിയെല്ലാം രേഖ കിട്ടിയിട്ടല്ല. അവരവിടെ വർഷങ്ങളായി താമസിക്കുന്നു. പല ക്ലെയിമുമായി ചെല്ലുമ്പോൾ രേഖയില്ല. ഇതൊരു തടസ്സമാണ്. പിന്നെ ഇത്രയും ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. അട്ടപ്പാടിയിൽ ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ 3 പട്ടികവർഗ വിഭാഗങ്ങൾ മരിച്ചത്. വേറെ മറ്റിതര വിഭാഗങ്ങൾ മരിച്ച കത്തുന്നാട്. പക്ഷെ അട്ടപ്പാടി ട്രൈബ്സ് ആയതുകൊണ്ട് അതിനൊക്കെ ഒരു പരിധിയുണ്ട് പ്രതിഷേധത്തിന്. പക്ഷേ ഇതിൽ ഒരു പരിഹാരക്രിയ ഉണ്ടാക്കുന്നില്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് നമ്മൾക്കുള്ള പ്രയാസം.
ഇവരൊക്കെ ഞാൻ പറഞ്ഞു ത്രിതല പഞ്ചായത്തുകളെ കൂട്ടാം, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂട്ടി ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കണ്ടേ? നമ്മൾ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുകയാണ് ആളുകൾ. നിലവിലുള്ള സംവിധാനത്തെക്കുറിച്ച് പ്രദേശവാസികൾക്ക് പരാതിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. RRTക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ നൽകും. 3 ദിവസം തുടർച്ചയായി സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. അതോടൊപ്പം അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ഓഗസ്റ്റ് 1 അഗളയിൽ വിളിക്കാൻ മണ്ണാർക്കാട് DFO C. അബ്ദുൽ ലത്തീഫിന് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ നഷ്ടപരിഹാരം നൽകാൻ കാലതാമസം നേരിടുന്നില്ല. ഒറ്റപ്പെട്ട കേസുകളിൽ അത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കും. ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന മേഖലകളിൽ വൈദ്യുതി വേലി ഉൾപ്പെടെയുള്ള ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടി മേഖലയിൽ വന്യമൃഗ ശല്യം മൂലം പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അവിടെ നിന്നുള്ള പ്രതിനിധി സംഘം വന്നിരുന്നു. ആ പ്രതിനിധി സംഘത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമാണ് അവരവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മേലാൽ ഇത്തരം കാര്യങ്ങളിൽ ഇല്ലാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ. 2, മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കാലതാമസമില്ലാതെ കൊടുക്കാൻ. ഇങ്ങനെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പം കുറച്ചും കൂടി പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഉദ്യോഗസ്ഥന്മാരും ഇപ്പം വന്നെത്തി ചേരുന്നതിനും ഹാജരാകുന്നതിനും ശ്രമിക്കുന്നതിനും ഇപ്പോൾ അവരെ ഭാഗത്ത് വലിയ വീഴ്ചയൊന്നും വിവരം കിട്ടിയാൽ അന്ന് നോക്കുന്നതിനും പിടിക്കുന്നതിനൊന്നും വലിയ കാര്യമായിട്ടുള്ളൊരു ഇപ്പം ഉള്ളത് വെച്ചിട്ട് ഉള്ളവരെ കുറിച്ച് അവർക്ക് ആക്ഷേപമില്ല. അവിടെ നിലവിലുള്ള ജീവനക്കാരും ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അതുപോലെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരുടെയും സംവിധാനങ്ങളും ശക്തിപ്പെടുത്തണമെന്ന ആവശ്യമാണ്. ആ ആവശ്യം ഗൗരവത്തിൽ പരിഗണിക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. അട്ടപ്പാടി ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ സനോജ്, അട്ടപ്പാടി മണ്ഡല സെക്രട്ടറി രവി ഷോളയോർ എന്നിവർ ബ്ലോക്ക് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. NCP നേതാക്കളായ PRS ഹക്ക് മൗലവി, മോഹൻ ഐസക്, സദഖത്തുല്ല പടലത്ത് തുടങ്ങിയവർ മന്ത്രിക്കൊപ്പവും ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് DFO പരിധിയിൽ ഒരു RRT കൂടി വേണമെന്ന് N. ഷംസുദ്ദീൻ MLA വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനോട് എടത്തനാട്ടുകരയിൽ വെച്ച് നേരിട്ട് ആവശ്യപ്പെട്ടു. വാഹനം MLA അനുവദിച്ചാൽ RRT തരാമെന്ന് മന്ത്രിയുടെ മറുപടി. മണ്ണാർക്കാട് DFO പരിധിയിൽ നിലവിൽ 2 RRTയാണ് ഉള്ളത്. ഒന്ന് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചും മറ്റൊന്ന് അട്ടപ്പാടി കേന്ദ്രീകരിച്ചും. അരനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാണ്. മാസങ്ങൾക്ക് മുന്നേ എടത്തനാട്ടുകര പൊൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിച്ചാണ് മണ്ണാർക്കാട് DFO പരിധിയിൽ ഒരു RRTയെ കൂടി വേണമെന്ന് MLA മന്ത്രിയോട് പൊതുവേദിയിൽ വെച്ച് നേരിട്ട് ആവശ്യപ്പെട്ടത്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ മാസം ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പാവപ്പെട്ട കർഷകൻ ഉമ്മറാക്ക ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് ഇവിടെയാണ്. വനം വകുപ്പ് അതിൻ്റെ സാമ്പത്തിക സഹായങ്ങളും പിന്തുണയൊക്കെ നൽകി. പക്ഷേ എന്നിരുന്നാലും വലിയ തോതിലുള്ള വന്യജീവി സാന്നിധ്യം ഞങ്ങളുടെ ഈ മേഖലയിലുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ ഫെൻസിങ് നടന്നിട്ടുണ്ട്. വനം വകുപ്പിന് വേണ്ടത്ര വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല. RRTയിലെ എണ്ണം കുറവാണ്. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ മണ്ണാർക്കാട് എല്ലാ ഭാഗത്തും ഈ വന്യജീവി ശല്യമുള്ളത് കൊണ്ട്, ഇവിടെയും അട്ടപ്പാടിയിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു RRT കൂടി. ഇപ്പോൾ ആദ്യം മണ്ണാർക്കാട് മൊത്തം 1 ഉണ്ടായിരുന്നുള്ളൂ. അത് മണ്ണാർക്കാടും അട്ടപ്പാടിയിൽ ഇപ്പോൾ വേറൊന്ന് വന്നു. ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമും അവർക്ക് വേണ്ട കുറച്ച് വാഹനങ്ങളൊക്കെ ഞാൻ MLA ഫണ്ടിൽ നിന്ന് ഒരു വാഹനം കഴിഞ്ഞ കൊല്ലം കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുത്തിട്ടാണ് പറയുന്നത്. എന്നാൽ കഴിയുന്ന വിധം ഒരു വാഹനം കൊടുത്തു. ഇനി ബാക്കി വാഹനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട് നൽകി. അങ്ങനെ ഈ മേഖലയിൽ വനം വകുപ്പിനെ കൂടുതൽ ശാക്തീകരിച്ച് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാനും അവർക്കൊരു ധൈര്യം കൊടുക്കാനും അതൊരു കരുത്താണ്. നല്ല ശക്തമായ
വനം വകുപ്പ് അതിൻ്റെ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഭയാശങ്കകൾ കൂടാതെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള കുറച്ച് ഭാഗത്ത് ഫെൻസിങ്ങും കിട്ടേണ്ടതുണ്ട്. കുറച്ചുകൂടി ഭാഗം DFO കുറച്ചുകൂടി ഭാഗം നമുക്ക് ഫെൻസിങ് നടത്താണ്ടല്ലോ ഉണ്ട്. അപ്പം അതിനുള്ള ഫണ്ട് കൂടി, അത് MLA ഫണ്ട് ഒന്നും നടക്കൂല, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ആ ഫെൻസിങ് കഴിയുന്നതും ഹാങ്ങിങ് ഫെൻസിങ് ആയാൽ നമ്മൾ താഴെന്ന് വെക്കണ ഈ വൈദ്യുതി വേലി, ഈ കളകളൊക്കെ വന്ന് പിന്നെ ചെടികളൊക്കെ വലുതായി പെട്ടെന്ന് നിർജീവമായിട്ട് പോകും. നേരെ മറിച്ച് മേലെന്ന് തൂക്കിയിടുന്ന ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്. ഇവിടെ ചില ഭാഗത്ത് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യാനും വനം വകുപ്പിനെ കൂടുതൽ ശാക്തീകരിക്കാനും ഒരു പുതിയ RRTയെ കൂടി മണ്ണാർക്കാട് DFO പരിധിയിലേക്ക് അനുവദിക്കാനും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഉണ്ടാകണമെന്ന് കൂടി ഇവിടെ കൂടിയ മുഴുവൻ നാട്ടുകാർക്കും, നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പറയാനാണ്. നമ്മൾ തമ്മിൽ അസംബ്ലിയിൽ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഇത് ഈ അസംബ്ലി എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി ഒരു അസംബ്ലിയാണ്. അപ്പോൾ ഈ അസംബ്ലിയിൽ വെച്ച് ഞാനിവിടെ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. എന്നിലേൽപ്പിച്ച പണി വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കുകയാണ്. പക്ഷേ ഇടത്തനാട്ടുകരയിലും വന്യജീവികളുടെ കാരണത്താൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി. അതുകൂടി പരിഗണിക്കണം. വാഹനം അനുവദിച്ചാൽ RRTയെ തരാമെന്ന മന്ത്രിയുടെ ഉറപ്പ്. പിന്നെയുള്ളത് അധ്യക്ഷൻ ഒന്ന് വിട്ടുപോയി. എൻ്റെ പണി വന്യജീവികളെ ശിക്ഷിക്കലല്ല, വന്യജീവി സംരക്ഷണമാണ് എന്ന് MLA വിട്ടുപോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? വന്യജീവികളെ സംരക്ഷിക്കണം, വനം സംരക്ഷിക്കണം. ഇത് രണ്ടുമാണ് എന്നെ ഏൽപ്പിച്ച പണി. ഓരോരുത്തർ ഏൽപ്പിച്ച പണി ചെയ്യുമ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെ മാത്രം ആലോചിച്ച് കുതിരക്ക് കണ്ണ് കിട്ടിയതുപോലെ പോകാൻ പറ്റില്ല. മുന്നിൽ നോക്കുന്നതോടൊപ്പം തന്നെ ഇടത്തും വലത്തും പിന്നിലും നോക്കണം. അതാണ് ഒരു ഭരണാധികാരിയുടെ ചുമതല. ആ ചുമതല നിർവഹിക്കാൻ വളരെ എളുപ്പമല്ല. കാരണം നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകാത്തവരോടാണ് നമ്മൾ ഇടപെടുന്നത്. മനുഷ്യന്മാർ തമ്മിൽ നമുക്ക് പിടിച്ചു മാറ്റാറുണ്ട്. ഇത് നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്നാലും ഈ അടുത്ത കാലത്ത് ഇവിടെയും ദാരുണമായ സംഭവങ്ങളുണ്ടായി. അവിടെ MLA ചൂണ്ടിക്കാണിച്ചൊരു പോരായ്മയുണ്ട്. പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസർമാരല്ല ഇപ്പോൾ ജനപ്രതിനിധികൾ MLA-മാരൊക്കെ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു പ്രവണത. പണ്ടങ്ങനെയല്ല, വിളിച്ചാലും കിട്ടൂല, പറഞ്ഞാലും കിട്ടൂല, വരികയില്ല, പോവുകയില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലായിരുന്നു. കാരണം അവർക്ക് ബന്ധം ഈ പറയുന്ന ആളുകളോടാണ്. ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അവർക്കൊരു ജനകീയ മുഖം സൃഷ്ടിക്കാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചു നോക്കിയത്. അതേതാണ്ട് പൂർത്തിയായി എന്ന് ഞാൻ പറയില്ല, ശരിപ്പെട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട MLA ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നത് MLA അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാന്നാണ്. MLA പറഞ്ഞ ഞങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വണ്ടി കൂടി ഞാൻ കൊടുക്കാം, ഒരു RRT കൊടുക്കുമെങ്കിൽ അല്ലേ? അപ്പോൾ ഈ ഫണ്ട് ഒരു വണ്ടി ഞാൻ കൊടുക്കാം, RRT തരുമെങ്കിൽ RRT തരുന്നതാണ്. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ കൂട്ടായ്മ നിർമ്മിച്ച സോളാർ പദ്ധതി ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു ഇരുവരും. ആനയെ കൂടാതെ കടുവയുടെ ആക്രമണവും നേരിടേണ്ടി വന്ന ജനങ്ങളാണ് എടത്തനാട്ടുകരക്കാർ. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ അങ്കണവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് പഞ്ചായത്തിലേക്ക് BJP മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് മാർച്ച് മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു. ആളുകളാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളാണെങ്കിൽ, പാർട്ടി കുടുംബക്കാരാണെങ്കിൽ അവർക്ക് യാതൊരു യോഗ്യതയും വേണ്ട ഇവിടെ ജോലി കിട്ടാൻ എന്നുള്ളത് നമ്മൾ ഈ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പിൻവാതിൽ നിയമനം നടപ്പിലാക്കുന്ന ഏക പാർട്ടി CPM ആണ്, അല്ലേ? കാലങ്ങളായിട്ട് ഇവരെവിടെയാണോ ഭരിക്കുന്നത് അവിടെയെല്ലാം ഈ ധിക്കാരപരമായ രാഷ്ട്രീയമാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ ഇപ്പൊ പറഞ്ഞു 35-ൽ 33 പേരും CPM സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ CPMകാരുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകളാണ്. എങ്ങനെയാണ് ഒരു വിഭാഗത്തിലെ ആളുകളെ മാത്രം ഇവിടെ ജോലി കൊടുക്കുന്നത്? ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള എത്രയോ ആളുകൾ അവര് കഷ്ടപ്പെട്ട് പഠിച്ച് അവര് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ PSC വരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടപ്പിലാക്കിക്കൊണ്ടാണ് കേരള സംസ്ഥാനത്തുടനീളം CPMന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം പഞ്ചായത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞതിനിടെ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ പൂക്കോട്ടുകാവിന് പരിക്കേറ്റെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് പ്രവർത്തകരുമായി സംസാരിച്ചതിനെ തുടർന്ന് BJP പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ അധ്യക്ഷനായി. നേതാക്കളായ N സച്ചിദാനന്ദൻ, വിശ്വനാഥൻ കുറ്റിയോട്ടിൽ, ശിവരാമൻ പത്തായപ്പുരയിൽ, ഉണ്ണി ബാലൻ, അരുൺ ശ്രാമ്പിക്കൽ, സുരേഷ്, അരുൺ പകരാവൂർ, സുരേഷ് കാവുഞ്ചിറ, കടമ്പഴിപ്പുറം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P സന്തോഷ് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് വാളയാറിൽ 8 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേർ പിടിയിൽ. ഒഡീഷ ഗജാം സ്വദേശി മിലാൻ സാഹിറും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമാണ് പിടിയിലായത്. വാളയാർ ടോൾ പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും പാലക്കാട് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ P സജിത്തും പാലക്കാട് IB ഇൻസ്പെക്ടർ P സന്തോഷ് കുമാറും സംഘവും ചേർന്ന് ടോൾ പ്ലാസയിൽ സംയുക്തമായി വാഹന പരിശോധന നടത്തിവരവെയാണ് കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ പിടിയിലായത്. നടന്നുവരികയായിരുന്ന ഇരുവരെയും സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ നിന്നും 8 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷ ഗജാം സ്വദേശി മിലാൻ സാഹി, പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടി എന്നിവരാണ് പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ പ്രസാദ്, ജിഷു ജോസഫ്, ഗോകുലകുമാരൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ പ്രേംകുമാർ, പ്രസാദ്, വിനു, CEO സജീവ്, ഡ്രൈവർ കണ്ണദാസൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന തുടങ്ങി. ജില്ലാ കളക്ടറും ജില്ലാ ഇലക്ഷൻ ഓഫീസറുമായ VR വിനോദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ആരംഭിച്ചത്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന മലപ്പുറത്ത് തുടങ്ങി. മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM വെയർഹൌസിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചത്. ജില്ലാ കളക്ടറും ജില്ലാ ഇലക്ഷൻ ഓഫീസറുമായ VR വിനോദിന്റെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ C ബിജു, സീനിയർ സൂപ്രണ്ട്
അൻസു ബാബു, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജിസ്മോൻ, ബിനു, ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ നാരായണൻ, അഷറഫ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 5983 കൺട്രോൾ യൂണിറ്റും 31273 ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അടുത്ത മാസം 25 വരെയാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടക്കുക. വിവിധ വകുപ്പുകളിൽ നിന്നായി 125 ഉദ്യോഗസ്ഥരെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 2 എഞ്ചിനീയർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം മേഖലയിൽ കാറ്റിലും മഴയിലും KCBക്ക് വ്യാപക നാശനഷ്ടം. വിവിധ സെഷനുകളുടെ പരിധികളിലായി 4 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയും രാവിലെ 10-നുമായിരുന്നു ശക്തമായ കാറ്റും കനത്ത മഴയും. KCB ഒറ്റപ്പാലം, വാണിയംകുളം, കോതകുറിശി സെഷനുകളിലായി 22 വൈദ്യുതി തൂണുകൾ മരങ്ങൾ വീണ് തകർന്നു. 31 ഇടങ്ങളിൽ ലൈനുകൾ മറിഞ്ഞു. മുടങ്ങിയ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് KCB. ഒറ്റപ്പാലം, വാണിയംകുളം സെഷനുകളിൽ 5 വീതം പോസ്റ്റുകളാണ് മുറിഞ്ഞത്. കോതകുറിശിയിൽ 12 പോസ്റ്റുകളും നിലംപൊത്തി. ചെർപ്പളശ്ശേരി പട്ടാമ്പി പാതയിൽ നെല്ലായ കൃഷ്ണപ്പടി അത്തിക്കുറിശി ഇറക്കത്തിൽ രൂപപ്പെട്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. വളവും ഇറക്കവും ഒരുമിച്ച് വരുന്ന ഭാഗത്തെ കുഴികൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. കുഴികൾ അകപ്പെട്ട ദിവസങ്ങളായെങ്കിലും അധികൃതരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്ഥിരം അപകട മേഖലയാണ് ചെർപ്പളശ്ശേരി പട്ടാമ്പി പാതയിലെ നെല്ലായുടെയും കൃഷ്ണപ്പടിയുടെയും ഇടയിലുള്ള അത്തിക്കുറിശി ഇറക്കം. ഇവിടെയാണ് കൂനുമേൽ കുരു എന്ന പോലെ അപകടക്കെണിയായി റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടിരിക്കുന്നത്. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ്. നെല്ലായ ഭാഗത്തു നിന്നും കയറ്റം പ്രതീക്ഷിച്ച് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് തെറിച്ചു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. വാഹനങ്ങൾ ഈ കുഴികളെ മറികടക്കാൻ ശ്രമിച്ചാൽ ചെന്നുപെടുന്നത് ഒന്നുകിൽ കൃഷ്ണപ്പടി ഭാഗത്തു നിന്നും വലിയ വേഗതയിൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ റോഡിന്റെ വശത്തെ വലിയ ഗട്ടറിലേക്കോ ആണ്. നെല്ലായ സിറ്റി മുതൽ പട്ടാമ്പി വരെയുള്ള റോഡിൻ്റെ ശോചനാവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളായിട്ട് നിരന്തരം ആക്സിഡൻ്റാണ്. എപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകലും പ്രശ്നങ്ങളാണ്. ഏത് ടൈം നോക്കിയാലും ഇവിടെ ഈ ബെൻഡും പ്രശ്നങ്ങളായിട്ട് എപ്പോഴും അപകടം ഉണ്ടാവാൻ സാധ്യതയാണ്. കുറേ പേര് ഇവിടുന്ന് ആക്സിഡൻറ്റ് ആസ്പത്രികളിൽ കെട്ടിവെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ എത്രയും പെട്ടെന്ന് ഈ റോഡ് ബെൻഡ് തീർത്ത് ഈ കുഴികളൊക്കെ തീർത്ത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. എത്രയും വേഗത്തിൽ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. ഈ റോഡ് നേരേക്കിയിട്ട് അധികം കാലം ആയിട്ടില്ല. പക്ഷേ ഈ മഴയത്ത് ഇവിടെയെല്ലാം വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് 2 വീലേഴ്സ് ഒക്കെ പെട്ട് ഇപ്പോൾ 2-3 അപകടങ്ങളുണ്ടായി. ഇന്നലെ പോലും ഒരു ആളെ വീണിട്ട് വളരെ പരിക്കൊക്കെ പറ്റി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നേരെയാക്കിയിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒരു കയറ്റവും വളവും ഒക്കെയാണ്. ഈ വളവിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കേടുവന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക്, നടക്കുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ ഓടിക്കുന്ന വാഹന ഡ്രൈവർമാർക്കും ഒക്കെ തന്നെ വിഷമുണ്ടായിട്ടുണ്ട്. ഇതാണ് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അടിയന്തരമായി കുഴികൾ നികത്തി പ്രദേശത്തെ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് കൊങ്ങശ്ശേരി കൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPI കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് സുമലത മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് സെക്രട്ടറി സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. CPIയിൽ ഒരു പ്രശ്നവുമില്ലെന്ന സന്ദേശമാണ് ജില്ലാ സമ്മേളനം നൽകുന്നതെന്ന് അവർ പറഞ്ഞു. ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെ എല്ലാ സഖാക്കളും വലിയ ഉത്തരവാദിത്വത്തോടെയാണ് പ്രവർത്തിച്ചത്. CPIയെ സേവ് ചെയ്യാൻ പുറത്തൊന്നും ആരും വരേണ്ടതില്ല. വനിത ജില്ലാ സെക്രട്ടറി ആയതോടെ ജില്ലാ സമ്മേളനം ചരിത്രത്തിന്റെ ഭാഗമായി. അതിന്റെ അവകാശിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. കൂടുതൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുമെന്നും സുമലത പറഞ്ഞു. നമ്മുടെ കുടുംബം ഇതാണ്, ഒരു പ്രശ്നവും അതിനകത്തില്ല. പ്രശ്നമില്ല എന്നുള്ള അതാണ് ഈ സമ്മേളനം നോക്കിക്കാണുന്നത്. ഈ 2025 ബ്രാഞ്ച്, ലോക്കൽ, മണ്ഡലം, ജില്ലാ സമ്മേളനം വരെ വലിയ ആവേശത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ ഈ സമ്മേളനത്തെ നോക്കിക്കണ്ടത്. അതൊക്കെ തന്നെ വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പാർട്ടി സഖാക്കൾ ആ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനം ആ സന്ദേശമാണ് ഈ പാലക്കാട് ജില്ലയിൽ നൽകിയത് എന്നുള്ള അത് തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രം വഴിമാറി എന്നുള്ളതാണ്. അതിൻ്റെ അവകാശിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI കേരള സംസ്ഥാനത്ത് വലിയൊരു
മുദ്ര പതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ ആവേശത്തോടു കൂടിയാണ് സഖാക്കൾ അതിനെ നോക്കിക്കണ്ടത്. ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. തീർച്ചയായും ആ സംവിധാനത്തോടെ പൊതുരംഗത്ത് പൊതുസമൂഹത്തിൽ സ്ത്രീകൾ വളർന്നു വന്ന ഒരു കാലഘട്ടം, അത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനത്തിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഒരു സർക്കാർ കൂടിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളൊക്കെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ 50% സ്ത്രീ സംവരണം നടപ്പിലാക്കിയ നാടാണ് നമ്മുടെ കേരള സംസ്ഥാനം. അതിലൂടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഈ ഒരു വലിയ മഹത്തായ ഉത്തരവാദിത്വം നേതാക്കളായ മണികണ്ഠൻ പട്ടിശ്ശേരി, എടേരം രവി, പി നൌഷാദ്, പി കബീർ, വി രവി, ഷമീർ, സുരേഷ് കൈതച്ചിറ, മുത്തു, അബുറാജ, കൊങ്ങശ്ശേരിയുടെ മകൻ വിജയകുമാർ കൊങ്ങശ്ശേരി എന്നിവരും സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്തുള്ള ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ ഓഫീസിലാണ് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. എല്ലാ പദ്ധതികളും സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പദ്ധതികൾ എങ്ങനെ ലഭ്യമാവും, അല്ലെങ്കിൽ അതിനെ ആരെ സമീപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്നും സംശയിക്കും. അത്തരം പദ്ധതികൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ളത് മോദി സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള പേരിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം വരുന്ന ആളുകൾക്ക് വിവിധ കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുക, മറിച്ച് കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ച് വിവരങ്ങൾ അന്വേഷിക്കാൻ വരുന്ന ആളുകൾക്ക് ആ പദ്ധതികൾ ലഭ്യമാവാനുള്ള എല്ലാ പിന്തുണയും അല്ലെങ്കിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. എല്ലാ വീടുകളിലും കേന്ദ്ര പദ്ധതികൾ എത്തിക്കുക. അത് സാധാരണക്കാരുടെ വീടുകളിലായാലും ശരി, ഏറ്റവും സമൂഹത്തിലെ ഉയർന്ന തലങ്ങളിലുള്ള ആളുകളായാലും ശരി, അവരുടെ എല്ലാവരുടെയും വീടുകളിൽ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ലക്ഷ്യമായിട്ടാണ്, ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹെൽപ്പ് ഡെസ്കിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് നിരാശരായിട്ട് പോകാൻ പാടില്ല. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷനായി. മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, സെക്രട്ടറി എ പി പ്രസാദ്, ജില്ലാ ഭാരവാഹികളായ എൻ മണികണ്ഠൻ, കെ പ്രസാദ്, രശ്മി ബൈജു, എം സുരേഷ് ബാബു, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ്, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, സോഷ്യൽ മീഡിയ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത്, ജനറൽ സെക്രട്ടറിമാരായ എ സ്വരൂപ്, കൃഷ്ണകുമാർ, ഗോപകുമാർ, രാജശേഖരൻ, സജിത തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം സർക്കാർ മൃഗാശുപത്രിയിൽ മൊബൈൽ യൂണിറ്റ് തുടങ്ങിയ ശേഷം രാത്രി സേവനങ്ങൾക്കായി അധികം ചാർജുകൾ ഈടാക്കുന്നതായി പരാതി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി ഡിവൈഎഫ്ഐ. വീടുകളിലെത്തിയുള്ള വാതിൽപ്പടി സേവനത്തിന് ചാർജ് വാങ്ങുന്നതിൽ കുഴപ്പമില്ലെന്നും, എന്നാൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളുമായി രാത്രി ആശുപത്രിയിൽ എത്തുന്ന ആളുകളിൽ നിന്നും 450 രൂപ മുതലുള്ള ചാർജ് ഈടാക്കുന്നതായും ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ആശുപത്രിയിലേക്ക് രാത്രി വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ഫീസ് വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും ഇതിനുവേണ്ടി വകുപ്പ് തലം വരെ പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിലവിലെ നിരവധി പരാതികളൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകാൻ ഉള്ളൊരു നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. തങ്ങളുടെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ആശുപത്രി പോലെയുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഫീസ് ഉൾപ്പെടെ അത് 450 ഏറ്റവും ചുരുങ്ങിയ ചാർജ്, 450 മുകളിലേക്ക് നേരിട്ട് ആശുപത്രിയിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഫീസ് വാങ്ങുന്നത് നമുക്ക് തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വീടുകളിലേക്ക് വണ്ടിയായിട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ചാർജ് വാങ്ങുന്നതൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലവുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് തുടർന്നു പോയാലും കുഴപ്പമില്ല. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്ന പട്ടി അല്ലെങ്കിൽ പൂച്ച പോലെയുള്ള ഓമന മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ 500 രൂപ മുതലാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചാർജ് ചെയ്യുന്നത്. അതിനെതിരെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിവേദനം കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് വരുന്ന മൃഗങ്ങളിൽ നിന്ന് പൈസ ചാർജ് ചെയ്യാൻ ഉള്ളത് ഒഴിവാക്കണം എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ സെക്രട്ടറി സുജിത്ത്, മേഖലാ പ്രസിഡന്റ് ശരത്ത്, വൈസ് പ്രസിഡന്റ് രാജീവ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കൃഷ്ണദാസ്, സച്ചിൻ,
ഹിത, രാഹുൽ, റിജോയ്, ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ജോയിന്റ് RTO KB രഘു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിത യാത്ര ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഉടമകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി ജോയിന്റ് RTO KB രഘു ഉദ്ഘാടനം ചെയ്തു. കുറച്ചൊരു നല്ല പെരുമാറ്റം കൊടുക്കാൻ അവർക്ക് അർഹതയുണ്ട്. കുറച്ചുകൂടി നല്ലൊരു പെരുമാറ്റം അത് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ജീവനക്കാർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ഉരുത്തിരിക്കുക. അവർ ഡീൽ ചെയ്യുന്നത് കുറച്ചുകൂടി റൂഡായിട്ടുള്ള ആളുകളോട് ഡീൽ ചെയ്യുന്നത് അതൊരു പെരുമാറ്റ ശൈലിയായി മാറിയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒന്നും പറഞ്ഞിട്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ വിചാരിച്ച മാറ്റമൊന്നുമല്ല. നമ്മുടെ പെരുമാറ്റം എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അപ്പോൾ കുട്ടികളെന്ത് അച്ചടക്കമില്ലാതെ കാണിക്കും. നമ്മുടെ പിള്ളേരെന്ന് വിചാരിച്ചു നോക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യാം? കരകളെന്ന് പറയും ഇല്ലല്ലോ. നമുക്ക് ഇന്നൊരു ദിവസത്തെ കല്യാണം കൊടുത്തുള്ളൂ. അത് നമുക്കത് ടേക്കപ്പ് ചെയ്യാം. അപ്പൊ കാർഡില്ല, കാർഡ് കൊണ്ടുന്നില്ല, തെറ്റായ കാർഡ് കൊണ്ടുവന്നു പരിശോധിക്കാം. നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. ഒന്നും ഒരു കാര്യവും ഒരു ദിവസം ഒരാൾ പോയി വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഷൊർണൂർ DSP R മനോജ് കുമാർ, ഒറ്റപ്പാലം ട്രാഫിക് പോലീസ് SIമാരായ അബ്ദുൾ റഹ്മാൻ, താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റെവിടെയും അഡ്മിഷൻ കിട്ടാതെ അവസാന മാർഗമായി കണ്ടിരുന്ന സർക്കാർ സ്കൂളുകൾ ഇന്ന് ആദ്യ പരിഗണനയിലേക്ക് മാറിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിൽ സജ്ജീകരിച്ച സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ പോവുക എന്ന നിലപാടായിരുന്നു വിദ്യാർത്ഥികൾ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു. വേറെ എവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്കൂളുണ്ടല്ലോ അവിടെ ആക്കാം. അത് മാറി ലാസ്റ്റ് ചാൻസായി കണ്ടിട്ടുള്ള സർക്കാർ വിദ്യാലയങ്ങൾ ഇന്ന് വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും ഫസ്റ്റ് ചോയ്സായി മാറിയിട്ടുണ്ട്. 10 ലക്ഷത്തോളം രൂപ ചെലവിൽ 20 കിലോവാട്ടിന്റെ സോളാർ പദ്ധതിയാണ് ജനകീയ കൂട്ടായ്മയിൽ സ്കൂളിൽ സജ്ജീകരിച്ചത്. കൂപ്പൺ ചലഞ്ച് അടക്കമുള്ള പദ്ധതികൾ PTA-യുടെ കീഴിൽ ഇതിനായി സംഘടിപ്പിച്ചിരുന്നു. KSCBയെ ആശ്രയിക്കാതെ സ്കൂൾ ഇപ്പോൾ വൈദ്യുതിക്ക് സ്വയം പര്യാപ്തത നേടി. പദ്ധതി ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. പാഠ്യേതര രംഗങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ബട്ടർഫ്ലൈ പാർക്ക് അനുവദിച്ചതായി മന്ത്രി ചടങ്ങിൽ അറിയിച്ചു. ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വിദ്യാലയത്തിന് ഇവിടം വരെ വന്നിട്ട് എന്തെങ്കിലും തരാൻ കഴിയണ്ടേ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് DFOയോട് ഞാൻ സംസാരിച്ചു, പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. എന്തുകൊണ്ട് DFO കേൾക്കാനാ പറയുന്നത്? എന്തുകൊണ്ട് നല്ല സൂക്ഷ്മതയോട് പ്രവർത്തിക്കുന്ന PTA ഉള്ളപ്പോൾ ഒരു ഫോറസ്ട്രി ക്ലബ്ബ് കൂടി സ്ഥാപിച്ച് ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഈ വിദ്യാലയത്തിന് നൽകാൻ ആവശ്യമായ നടപടികൾ സത്വരമായി സ്വീകരിച്ച് പ്രിൻസിപ്പാലുമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് പോകണം. പഞ്ചായത്ത് പ്രസിഡന്റും ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ സന്തോഷത്തിൽ ഇങ്ങനെയേ ഇത്രയേ എനിക്ക് പങ്കുചേരാനാകൂ എന്നതിനുള്ള ദുഃഖം അവശേഷിപ്പിച്ചുകൊണ്ട് N. ഷംസുദ്ദീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ എടത്തനാട്ടുകരക്കാരുടെ ഐക്യം MLA തുറന്നു പറഞ്ഞു. മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഫുട്ബോൾ നടത്തിയിട്ട് അതിൻ്റെ ലാഭവിഹിതം പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കുന്ന ഒരു നാട്, അതാണ് എടത്തനാട്ടുകര. അപ്പം അങ്ങനെ കൂട്ടായ്മകളിലൂടെ വിസ്മയങ്ങൾ തീർത്ത ഈ നാട്ടിൽ ജനകീയ കൂട്ടായ്മ മറ്റൊരു വിസ്മയം തീർക്കുകയാണ്. ഒരു സർക്കാർ സ്കൂളിന് കറണ്ട് ബില്ലടക്കൽ ഒരു പ്രയാസമായപ്പോൾ ആ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാൻ 10 ലക്ഷം രൂപ സമാഹരിച്ച് ഈ സ്കൂളിന് ഒരു സോളാർ സംവിധാനം ഉണ്ടാക്കി കൊടുത്തു എന്നത് എടത്തനാട്ടുകരയുടെ നന്മയുടെ ഒരു പ്രതിഫലനമാണ്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ന സത്താർ, ജില്ലാ പഞ്ചായത്ത് അംഗം M. മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാനവാസ് പടുവമ്പാടൻ, മണികണ്ഠൻ വടശ്ശേരി, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. ജിഷ, പഞ്ചായത്ത് അംഗം അക്ബർ അലി പാറക്കോട്ട്,
PTA പ്രസിഡന്റ് P. അഹമ്മദ് സുബൈർ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുസലാം പടുകുണ്ടിൽ, SMC ചെയർമാൻ നസീർ പടുകുണ്ടിൽ, AP മാനു, പ്രിൻസിപ്പൽ S. പ്രതിഭ, പ്രധാനാധ്യാപകൻ K. അബ്ദുൽ മനാഫ്, സ്റ്റാഫ് സെക്രട്ടറിമാരായ K. ശിവദാസൻ, M. ജിജേഷ്, സ്കൂൾ ലീഡർ OP ഫൈഹാർ ഫിറോസ്, മോഹൻ ഐസക്ക്, C. ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. അറബി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ T. സാജിയെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആന്റി ഡ്രഗ് സംസ്ഥാനതല അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ സൂപ്പർ സീനിയർ കേഡറ്റ് KB അഗജയെയും ഉപഹാരം നൽകി ആദരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ദുരിതത്തിലായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയൊരുക്കി കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ. KSMA പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ സൗജന്യ ബസ് സർവീസ് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചു. വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി പ്രദേശത്തെ വാഹന ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ട് ദിവസങ്ങളായി. ഇത് ഏറ്റവും ദുരിതത്തിലാക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. സമയത്തിന് സ്കൂളിലെത്താൻ കഴിയാത്തതിനാൽ പഠനം മുടങ്ങുന്ന അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി സൗജന്യ ബസ് സർവീസ് ഏർപ്പാടാക്കിയത്. ഓങ്ങല്ലൂർ സെൻട്രലിൽ നിന്ന് വാടാനാംകുറിശ്ശി ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ ബസ് സർവീസ് KSMAയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ആരംഭിച്ചു. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സേവനം ഒരുക്കിയതെന്ന് സംഘടന വ്യക്തമാക്കി. മേഖലാ രക്ഷാധികാരി ബഷീർ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അറിയാവുന്നതുപോലെ റെയിൽവേ ഗേറ്റ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാവരും യാത്രാ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ റോഡ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും സ്കൂളിലേക്കുള്ള യാത്ര വളരെ ദുരിത യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഏക സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂരിലേക്കുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഉള്ള ഒരു ബസ്സാണ് ഉള്ളത്. അതിലെല്ലാം കുട്ടികൾക്ക് പോകാൻ വളരെ പ്രയാസമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം റോഡിൽ നിൽക്കേണ്ടി വരികയും ചിലർ യാത്രാ സൗകര്യമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയുമാണ് ഉള്ളത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം യാത്രയുടെ പേരിൽ ഒരു തടസ്സമാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നിലപാട് KSMA എടുത്തതിന്റെ പേരിലാണ് KSMAയുടെ കരുതൽ യാത്ര എന്ന പേരിൽ സർവീസ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ചടങ്ങിൽ KSMA മേഖലാ പ്രസിഡന്റ് EK അലി, വാടാനാംകുറിശ്ശി ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത ടീച്ചർ, KSMA സംസ്ഥാന രക്ഷാധികാരി മുത്തു, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് ഗതാഗതം സാധാരണ നിലയിലാകുന്നതുവരെ ഈ സൗജന്യ ബസ് സർവീസ് തുടരുമെന്ന് KSMA മേഖലാ പ്രസിഡന്റ് EK അലി ഉറപ്പു നൽകി. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. കാർഷിക സംസ്കാരത്തിന് ഉണർവായി ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം. ക്ഷേത്രം വക പാടശേഖരത്തിലെ 1ാം വിള കൊയ്ത്തുത്സവം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മലബാറിലെയും തിരുവിതാംകൂറിലെയും 100 കണക്കിന് ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറ മഹോത്സവത്തിനുള്ള നിറകതിർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കാലാവസ്ഥയുടെ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് നൽകുന്ന നിലയിലുള്ള ഒരു കൂട്ടായ്മയും അതിന്റെ ഇടപെടലുമായിട്ടാണ് ഞാൻ ഈ കൊയ്ത്തുത്സവത്തെ കാണുന്നത്. ഈ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കൊയ്ത്തുത്സവം പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു രീതിയാണ്. ഒരു കുഞ്ഞു സംസാരം ഇതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്റെ തുടർച്ചയിൽ വളരെ വേഗതയിൽ തന്നെ കൊയ്ത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഉത്സവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും പോലെ കൃഷിക്കും തുല്യ പ്രാധാന്യമാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം നൽകുന്നത്. കാർഷിക മേഖലയ്ക്ക് ഉണർവായി എല്ലാ വർഷവും ക്ഷേത്രം വക പാടത്ത് 2 വിള നെൽകൃഷി ചെയ്തു വരുന്നു. 120 ദിവസത്തിലധികം മൂപ്പുള്ള ഉരുണിക്കൈമ വിത്താണ് ഇപ്രാവശ്യം നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. ഏപ്രിൽ മാസത്തിലായിരുന്നു ഞാറുനടിയിൽ. ഇപ്രാവശ്യവും നല്ല വിളവ് തന്നെ ലഭിച്ചു. കൊയ്ത്തുത്സവം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗത്ത് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് K. പ്രേംകുമാർ MLA പറഞ്ഞു. കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിലൂടെ എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഏവരെയും ഒന്നിപ്പിക്കാൻ കാർഷിക സംസ്കാരത്തിന് കഴിയുന്നുവെന്നും MLA അഭിപ്രായപ്പെട്ടു. മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ട ഒന്നാണ് കൃഷി. ജീവിക്കാൻ ആവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ്. അതിന് മലയാളികൾ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഇപ്പോഴും ആശ്രയിക്കുന്നത്
സ്വാഭാവികമായിട്ടും കാർഷിക രംഗത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകളാണ്. അത്തരം ഇടപെടലുകൾക്ക് കരുത്ത് നൽകുക എന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി ഒരു കൂട്ടായ്മ അതാത് പ്രദേശങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏർപ്പാട് കൂടിയാണ് കൃഷി എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അത് ഒരു സംസ്കാരം കൂടിയാണ്. കാർഷിക സംസ്കൃതിയെ ശക്തിപ്പെടുത്താനും കരുത്തോടെ നയിക്കാനുമുള്ള ഒരു നാടിന്റെ വളരെ ചെറുതെങ്കിൽ പോലും ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ നാരായണൻ അവനൂർ, ക്ഷേത്രം സെക്രട്ടറി എൻ പി മുരളി, ടി പി മോഹൻദാസ്, പി പി ചന്ദ്രശേഖരൻ, കെ പ്രേംകുമാർ, ബഷീർ തുളിയത്ത്, എ വി ജോൺസൺ, കൃഷി ഓഫീസർ കെ റെജീന, ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് രുക്മണി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകൻ മണലായ പ്രകാശനാണ് ക്ഷേത്രം പാടശേഖരത്തിലെ കൃഷിയുടെ ചുമതല. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് വരുന്ന ക്ഷേത്രങ്ങളിലെ ഇല്ലന്തര മഹോത്സവത്തിനുള്ള നിറകതിർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. ശബരിമല, ചോറ്റാനിക്കര, തിരുമാന്ധകുന്ന് ഭഗവതി ക്ഷേത്രം, ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ നിറകതിർ കൊണ്ടുപോകുന്ന പ്രധാന ക്ഷേത്രങ്ങളാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധിയിലേക്ക് നിറകതിർ ഒരുക്കുന്നതിനായി കതിർ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ ഭാഗങ്ങളിലെ ഏകദേശം 500ഓളം ക്ഷേത്രങ്ങളിലേക്കുള്ള കതിര് അത് പല തവണകളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ എപ്പോഴാണ് അവിടെ ആവശ്യം വരുന്ന രീതിയിലേക്ക് കതിര് ഒരുക്കി കൊടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏപ്രിൽ മാസത്തിലെ 2-3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഞാറ് നടുന്നത്. അപ്പൊ അതിനനുസരിച്ച് മോപ്പെത്തുന്ന അവസരത്തിൽ അതായത് ക്ഷേത്രങ്ങളിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ രീതിയിലേക്ക് നമുക്ക് ഞാറ് ഇവിടുന്ന് കതിര് അവരുടെ നിറ ഉത്സവവുമായി ബന്ധപ്പെട്ട് കതിര് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക IVF ദിനാചരണം സംഘടിപ്പിച്ചു. ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് എന്ന പേരിലാണ് പ്രോഗ്രാം നടന്നത്. ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ കീഴിലെ ചികിത്സയിലൂടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവരും ഇപ്പോൾ ചികിത്സയിലുള്ളവരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ജൂലൈ 25-നാണ് ലോകമെമ്പാടും IVF ദിനമായി ആചരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലും ലോക IVF ദിനാചരണം സംഘടിപ്പിച്ചു. ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് എന്ന പേരിൽ നടന്ന പ്രോഗ്രാമിൽ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിൽ ചികിത്സയിലൂടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവരും ഇപ്പോൾ ചികിത്സയിൽ ഉള്ളവരും പങ്കെടുത്തു. 17 വർഷം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴാണ് ഒരു സന്തോഷം ഉണ്ടായത്. അതിന് കാരണം ഹോസ്പിറ്റലില് കൂടാതെ നമ്മളെ നിഷ മാഡം ആൻഡ് ടീം ഫെർട്ടിലിറ്റി ടീം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ഞങ്ങൾക്ക്. ഒരുപാട് 17 വർഷക്കാലം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് നടത്തി. എവിടുന്ന് ഒരു പോസിറ്റീവ് പോലും ചെറുതായിട്ട് പോലും ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയണു. ഒരിക്കൽ കൂടി ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കും നന്ദി അറിയിക്കണം. ഫെർട്ടിലിറ്റി വിഭാഗത്തിലെ ചികിത്സാ സംവിധാനങ്ങളെ സംബന്ധിച്ച് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ നിഷ ബോധവൽക്കരണ ക്ലാസ് എടുത്ത് സംസാരിച്ചു. മെന്റലിസ്റ്റ് അനന്തുവിന്റെ നേതൃത്വത്തിൽ ഹാപ്പിനെസ് പ്രോഗ്രാമും ഇതോടൊപ്പം നടന്നു. കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫെർട്ടിലിറ്റി സെന്റർ നമ്മൾ തുടക്കം കുറിക്കുന്നത് 8 മാസങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ 8 മാസത്തിനുള്ളിൽ ഇവിടെ 30 ദമ്പതികൾ അവർക്ക് IVF സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ നിഷ, സത്യത്തിൽ അവരുടെ എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ആധുനിക രീതിയിൽ അത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സംതൃപ്തിയുമാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ 30 ഫാമിലി എന്നുള്ളത്. പൊതുവെ ദമ്പതികളായ നമ്മൾക്കൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ് ദമ്പതികളായി കഴിഞ്ഞാൽ അവർക്കൊരു സന്താനം ഉണ്ടാവുക എന്നുള്ളത്. പലപ്പോഴും പല കാരണങ്ങളാൽ
വ്യത്യസ്ത കാരണങ്ങളുണ്ടാവാം, ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയും. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ രാജ്യത്ത് ഏതാണ്ട് 15% ദമ്പതികൾക്ക് സന്താനങ്ങൾ ഭാഗ്യമില്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ IVF സംവിധാനം വന്നതോടുകൂടി സാങ്കേതിക വിദ്യ അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ദമ്പതികൾക്ക് ഇന്ന് ആ കുഞ്ഞ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിഷ, കിംസ് അൽഷിഫ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, കൺസൾട്ടന്റ് നിയാനാറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ ബാബു പേരയിൽ, ഗൈനോക്കോളജി സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ വത്സ B ജോർജ്, ഡോക്ടർ ബുഷറ, ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ്, പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആദിൽ എന്നിവർ സംസാരിച്ചു. രാമായണവും മലയാള സാഹിത്യവും ചിത്രസാധ്യതകൾ എന്ന വിഷയത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു. PM നാരായണൻ നേതൃത്വം നൽകി. മലയാള സാഹിത്യത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ട കൃതികളുടെ ചിത്രസാധ്യതകൾ വിശദീകരിച്ചു. വിവിധ കാലഘട്ടങ്ങളിലെ വിവിധ കവികളുടെ രചനകൾ കുട്ടികൾ പരിചയപ്പെട്ടു. ഇതിഹാസത്തെ ചിത്രവായനയായി രൂപപ്പെടുത്തുന്നതിന് ഇത് കുട്ടികളെ സഹായിക്കും. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് UP വിഭാഗം വിദ്യാർത്ഥികൾ രാമായണ ചിത്രപരമ്പര ഒരുക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഈ പരിശ്രമം ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയെ മുൻനിർത്തിയാണ്. സ്കൂൾ ആർട്സ് ക്ലബ്ബ് വരപ്പടയും വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. P വിദ്യ, TK വിപിൻനാഥ്, NK സീന, MB മമത എന്നിവർ നേതൃത്വം നൽകി. BS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ശ്രീകൃഷ്ണപുരത്ത് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ, ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ്, MK ദേവി, M സൈദാലി, ജ്യോതിവാസൻ, M കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. BSന്റെ അതിഗംഭീരമായ ഓർമ്മകളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം ആദ്യം പറയാം. അത് കമ്മ്യൂണിസ്റ്റുകാരൊന്നുമില്ല, പോയി, ഇനി ആരുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രസ്ഥാനത്തിലെ അവസാനത്തെ ഒരു നന്മയുള്ള ആളായിരുന്നു BS. അതാണൊരു പ്രചരണം. അപ്പൊ എന്നോട് ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയും. എന്നോട് പറഞ്ഞ ആൾക്കാരോടല്ല ഞാൻ പറഞ്ഞത്. BS എത്രമാത്രം ഉന്നതനായ കമ്മ്യൂണിസ്റ്റാണ്, അദ്ദേഹത്തിൽ എത്രമാത്രം ഔന്നത്യത്തോടുകൂടി കമ്മ്യൂണിസത്തിന്റെ എലമെന്റുകൾ ഉണ്ടോ, അത്രമാത്രം ഉന്നതനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്നുള്ളതാണ്. പറയുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കാൻ നിൽക്കുക? BSൽ കമ്മ്യൂണിസത്തിന്റെ ഔന്നത്യങ്ങൾ എത്രമാത്രം ഉണ്ടോ അതേ അളവിൽ കമ്മ്യൂണിസത്തിന്റെ ഔന്നത്യങ്ങളുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മണ്ണമ്പറ്റ തോട്ടരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരം റോഡിലേക്ക് പൊട്ടിവീണു. ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം റോഡിലേക്കാണ് മരം പൊട്ടിവീണത്. ഇതുവഴി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം നേരിട്ടു. ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെ മരം വീണതിനാൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്കകം നാട്ടുകാരുടെ സഹായത്തോടെ ഗോവിന്ദച്ചാമിയെ പിടികൂടി പോലീസ്. സംഭവത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് കോൺഗ്രസ്. കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയെ തൂക്കിലേറ്റണമെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. ജയിൽ ചാടി സംഭവത്തിൽ അന്വേഷണം വേണം. ജയിൽ ചാടിയതറിഞ്ഞ് സങ്കടം സഹിക്കാനാവാതെ അമ്മ. മുണ്ടൂർ തൂതപാതയിൽ കുളക്കാട് സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാങ്ങോട് സ്വദേശി പ്രസാദും മരിച്ചു. പ്രസാദിന്റെ ജ്യേഷ്ഠൻ വ്യാഴാഴ്ച മരണപ്പെട്ടിരുന്നു. സഹോദരങ്ങളുടെ മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. അട്ടപ്പാടിയിലെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നഷ്ടപരിഹാരം നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ അങ്കണവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിഷേധം. BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷം. പാലക്കാട് വാളയാറിൽ കഞ്ചാവ് വേട്ട.
8 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേർ പിടിയിൽ. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആൾ.